ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഹോം ഡയറീസ് ബൈ ഫാത്തിമ. എല്ലാവർക്കും സുഖമല്ലേ? 2 ദിവസമായിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച് തന്നെ വീഡിയോ ആക്കാമെന്ന് വെച്ചു. വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് എല്ലാവർക്കും സിമ്പിളായി റെഡിയാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഫ്രൈഡ് റൈസ് ആണ്. ഫ്രൈഡ് റൈസും ചിക്കൻ ചില്ലിയും. എൻ്റെ മോനിത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഫ്രൈഡ് റൈസിനെക്കാട്ടിയും ഉണ്ടാക്കാൻ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ ബിരിയാണിയും മന്തിയാണ് കേട്ടോ. അപ്പം ഞാൻ കൂടുതലായിട്ടും അതാണ് ട്രൈ ചെയ്യാറുള്ളത്. അങ്ങനെ ആളൊരു ദിവസം പറഞ്ഞ് സ്കൂളിൽ പോയപ്പോൾ എനിക്കത് ഉണ്ടാക്കി തമ്മ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആൾ പറഞ്ഞ് എന്നെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവന് സ്കൂളിൽ കൊണ്ടുപോയപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടമായെന്ന് പറഞ്ഞ് അവരങ്ങനെ വന്ന് നമ്മളടുത്ത് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമല്ലേ, നമ്മൾ ഉണ്ടാക്കിയ ഫുഡ് അവർക്ക് ഇഷ്ടമാവുന്നുണ്ടെന്ന് അറിയുമ്പോൾ. അപ്പം അങ്ങനെ പറഞ്ഞു കണ്ട് ട്രൈ ചെയ്തൊരു റെസിപ്പിയാണിത്. ഞാൻ ചെറുതിൽ ഇതുപോലെ തന്നെയായിരുന്നു. എനിക്ക് എൻ്റെ ഉമ്മ ഉണ്ടാക്കണതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള റെസിപ്പി എന്താ, കബ്സയായിരുന്നു. നമ്മുടെ വീട്ടിൽ എല്ലാ സൺഡേസിലും നമുക്ക് ഇതുപോലെ ഉമ്മ സ്പെഷ്യൽ എന്തെങ്കിലും ആക്കി തരും. ഒന്നുകിൽ ബിരിയാണി അല്ലെങ്കിൽ കബ്സ. അന്ന് മന്തി ഇല്ല കേട്ടോ, കബ്സയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ സൺഡേസിലൊക്കെ നമ്മുടെ തൊടിയിലൊക്കെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ഞങ്ങൾക്കത് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അത് കഴിഞ്ഞ് വന്നിട്ട് ഇത് കഴിക്കുമ്പോഴുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഞാൻ അതുപോലെ ടേസ്റ്റുള്ളൊരു കബ്സ കഴിച്ചിട്ടേ ഇല്ല. ഞാൻ ട്രൈ ചെയ്യുമ്പോഴും ശരിയാവലില്ല. ഞാൻ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെ ഉമ്മ ഉണ്ടാക്കല്? നല്ല സിമ്പിൾ റെസിപ്പിയാണ്, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെയാണ് ഉമ്മ ഉണ്ടാക്കല്. ഒരു ദിവസം ഞാനത് ഷെയർ ചെയ്യാം കേട്ടോ. ഉമ്മാൻ്റെ അടുത്ത് ചോദിച്ചിട്ട് വീഡിയോ ഫാസ്റ്റായിട്ട് ചെയ്യുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റെസിപ്പി ഇതിൻ്റെ കൂടെ പറയുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ 1-2 വീഡിയോ ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ചിലതൊക്കെ നമ്മൾ എന്താ പറഞ്ഞാൽ ഇൻഗ്രീഡിയൻസ് നമ്മൾ മറന്നു പോകും, അല്ലെങ്കിൽ അത് വിട്ടുപോകും. അപ്പോൾ അതിൽ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മൾ ചിലപ്പോൾ പറയാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എന്താ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും പറയണില്ല, അതൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് ലാസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈസി ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക.